ഒരിക്കൽ സതീദേവി മഹാദേവനിൽ നിന്ന് വേർപെട്ടപ്പോൾ മഹാദേവൻ ആകെ തളർന്നുപോയിരുന്നു. ലോകകാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം പിൻവാങ്ങി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിച്ച് ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് അദ്ദേഹം പോയി. ഇതുകണ്ട നാരായണൻ ചിന്താകുലനായി. നാരായണന് ഒരു കാര്യം അറിയാമായിരുന്നു, മഹാദേവന് ജീവികളോടുള്ള ക്രൂരത സഹിക്കാൻ കഴിയില്ല. അതിനാൽ മഹാദേവനെ സമാധിയിൽ നിന്ന് ഉണർത്താൻ നാരായണൻ ഒരു ഉപായം കണ്ടെത്തി. അദ്ദേഹം തന്റെ വാഹനമായ ഗരുഡനോട് പറഞ്ഞു, ഗരുഡ, ഭൂമിയിൽ സർപ്പങ്ങൾ പെരുകിയിരിക്കുന്നു, അവയെ വേട്ടയാടുക. നാരായണ ഭഗവാന്റെ ആജ്ഞ ശിരസാ വഹിച്ച് ഗരുഡൻ പറന്നുയർന്നു. അദ്ദേഹം നാഗരാജാവായ വാസുകിയുടെ മേൽ ഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടു. ആകാശം ഇടിമുഴുങ്ങുന്ന ശബ്ദങ്ങളാൽ നിറഞ്ഞു. ഇരുവരും തമ്മിൽ ഘോര യുദ്ധം നടന്നു. അവസാനം വാസുകിനാഗത്തിന് പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം പരാജയപ്പെട്ടു. പരിഭ്രാന്തനായ വാസുകിനാഗം മഹാദേവനെ ഉച്ചത്തിൽ വിളിച്ചു, ഭോലേനാഥ് രക്ഷിക്കണേ. വാസുകിയുടെ നിലവിളി കേട്ട് ധ്യാനത്തിലായിരുന്ന മഹാദേവൻ കോപാകുലനായി യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഗരുഡനോട് കൽപ്പിച്ചു, വാസുകിയെ വിട്ടേക്കൂ, അതാണ് ധർമ്മം. എന്നാൽ ഗരുഡൻ വഴങ്ങാൻ വിസമ്മതിച്ചു. ഇതെന്റെ നാരായണന്റെ ആജ്ഞയാണ്, എനിക്ക് പിന്നോട്ട് മാറാൻ കഴിയില്ല, ഗരുഡൻ തീർത്തു പറഞ്ഞു. ഗരുഡനെ ശിക്ഷിക്കാൻ മഹാദേവൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ നാരായണൻ ഇവർക്കിടയിൽ കടന്നു വന്നു. മഹാദേവ, ഗരുഡനെ വധിക്കരുത്, അവൻ എന്റെ വാഹനവും ഭക്തനുമാണ്, നാരായണ ഭഗവാൻ പറഞ്ഞു. ഇത് കേട്ടതോടെ മഹാദേവനും നാരായണനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. ആകാശവും ഭൂമിയും വിറച്ചു. ദേവന്മാർ പോലും സ്തംഭിച്ചു പോകുന്നത്ര തീവ്രമായിരുന്നു ആ യുദ്ധം. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ നാരായണ ഭഗവാൻ മഹാദേവന്റെ കഴുത്തിൽ അതിശക്തമായി പിടിച്ചു. ആ പിടി അത്രയ്ക്ക് ശക്തമായിരുന്നതുകൊണ്ട് മഹാദേവന്റെ കഴുത്തിൽ സ്ഥിരമായ അടയാളങ്ങൾ അവശേഷിച്ചു. എന്നാൽ മഹാദേവന്റെ കോപം അതുകൊണ്ടും അടങ്ങിയില്ല. അദ്ദേഹം തന്റെ ത്രിശൂലം എടുത്ത് നാരായണ ഭഗവാന്റെ നെഞ്ചിലേക്ക് എറിഞ്ഞു. ത്രിശൂലം നാരായണ ഭഗവാന്റെ നെഞ്ചിൽ തറച്ചു കയറിയതും അദ്ദേഹത്തിന് വേദന സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കാഴ്ച കണ്ടതും മഹാദേവന്റെ കോപം നിമിഷ നേരം കൊണ്ട് അലിഞ്ഞില്ലാതായി. ഹേ നാരായണ, ഞാനിതെന്താണ് ചെയ്തത്? അദ്ദേഹം വേദനയോടെ ചോദിച്ചു. ഉടൻ തന്നെ മഹാദേവൻ തന്റെ കരുണാമയമായ സ്പർശനത്താൽ നാരായണന്റെ മുറിവുണക്കി. അപ്പോൾ ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ നീലകണ്ഠ, ഇതെല്ലാം എന്റെ ലീലയായിരുന്നു. അങ്ങ് സമാധിയിൽ നിന്ന് ഉണർന്ന് ലോകത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും രണ്ട് മഹാശക്തികൾ നേർക്കുനേർ വരുമ്പോൾ പോലും അവസാനം ധർമ്മത്തിനും കരുണയ്ക്കുമാണ് വിജയം എന്ന് ലോകത്തെ പഠിപ്പിക്കാനും വേണ്ടിയായിരുന്നു ഇത്. ഈ കഥയിൽ മഹാവിഷ്ണുവും മഹാദേവനും തമ്മിലുള്ള യുദ്ധവും വാസുകിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും മഹാദേവന്റെ കഴുത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ പിടിയുടെ അടയാളം വന്ന് ശ്രീകണ്ഠൻ എന്ന പേര് ലഭിച്ചൊരു കഥ പൊതുവായി നിലവിലില്ല. ശ്രീകണ്ഠൻ എന്നത് ശിവഭഗവാന്റെ ചില പേരുകളിൽ ഒന്നാണ്. പക്ഷേ അതിന്റെ ഉത്ഭവം ഈ കഥയല്ല. പല പുരാണങ്ങളിലും ശിവനും വിഷ്ണുവും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രത്യേക സംഭവം ഒരു പ്രധാന പുരാണ കഥയായി കണക്കാക്കപ്പെടുന്നില്ല. ഇത് പ്രാദേശികമായോ അല്ലെങ്കിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളിലൂടെയോ പ്രചരിച്ച ഒരു കഥയാകാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം നമോ നാരായണായ.